ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മുടി വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്യാനും അതിനെ സംരക്ഷിക്കാനും ഒക്കെ ഭയങ്കര മടിയാണല്ലേ. മടിയാണ് മെയിൻ പ്രശ്നം. അപ്പം നമ്മുടെ മുടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ട, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ശരിയായ രീതിയിലാണോ നമ്മുടെ മുടി നോക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നൊരു വീഡിയോയിലൂടെ നമുക്ക് പറയാമെന്ന് കരുതി. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഹെയറിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പൊ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹെയറിലുള്ള കെട്ടും ജടയൊക്കെ മാറ്റി കളയുക. അതിനുശേഷം മാത്രം നമ്മൾ കുളിക്കാൻ പോവുക. അതെന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒട്ടുമിക്ക പേരും അത് ഭയങ്കര മടിയായിട്ട് കാണുന്ന കാര്യമാണ്. കുളിക്കണം തോന്നും, വേഗം എണ്ണയിടും, വേഗം പോയങ്ങ് കുളിക്കും, മുടി ചീവിയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ തലയിൽ ഉള്ള ജടയൊക്കെ എടുത്തൊന്ന് കളയുക, ചീപ്പ് വെച്ച് ചീപ്പി കളയുക. എന്നിട്ട് ശേഷം മാത്രം നമ്മൾ കുളിക്കും. ഇനി നമ്മൾ നമ്മുടെ ഹെയർ ചീകുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ വൈഡ് ആയിട്ടുള്ള ഒരു തീത്തുള്ള ചീപ്പ് വെച്ച് തന്നെ നമ്മൾ മുടി ചീപ്പുക. ഇത് പ്ലാസ്റ്റിക്കിന്റെയും എൻ്റെ കയ്യിലുണ്ട്, അല്ലാതെ വുഡിന്റെ നീമിന്റെ ചീർപ്പ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് ഏതായാലും നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചീപ്പാണ്, അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ തന്നെ ചീപ്പ് ഉപയോഗിച്ച് വലിച്ചു പറിക്കരുത്. നമ്മുടെ വിരൽത്തുമ്പുകൾ ഉപയോഗിച്ച് വലിയ വലിയ കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ അത് കളയുക. അതിനുശേഷം മാത്രം നമ്മൾ ചീപ്പ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ കോംബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തുമ്പത്തുനിന്ന് തന്നെ കോംബ് ചെയ്ത് മേളിലേക്ക് പോവുക. അല്ലാതെ ആദ്യം തന്നെ മേളിൽ നിന്ന് ചീക്കി തുമ്പത്തിട്ട് വലിച്ചു പറിക്കരുത്. അങ്ങനെ ആകുമ്പോൾ മുടി ഇഷ്ടംപോലെ പൊട്ടിപ്പോവും, മുടി ഊരിപ്പോവും. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ചീപ്പിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട് കേട്ടോ ചീപ്പിനെ പറ്റിയിട്ട്. ഒന്ന്, വൈഡ് ആയിട്ടുള്ള ടീത്തുള്ള കോമ്പ് യൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ക്ലീൻ ആയിട്ടുള്ള കോമ്പ് യൂസ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ പ്രധാനമായിട്ടുള്ള കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന ചീപ്പ് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക. അപ്പൊ നമ്മൾ മുടി ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞു, കോമ്പിന്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് തലയിൽ എണ്ണ ഇടുന്നതിന്റെ കാര്യം പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ ഹെയറിൽ എപ്പോഴും മോയ്സ്ചർ കണ്ടന്റ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് എണ്ണയോട് വെറുപ്പാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഹെയർ ഓയിൽ ചെയ്യുന്നത് നന്നായിരിക്കും. എന്നാലേ നമ്മുടെ തലയിൽ മോയ്സ്ചർ കണ്ടന്റ് കാണൂ. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഹെയർ ഓയിൽ കുറച്ചെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് ആപ്റ്റായിട്ടുള്ള ഹെയർ ഓയിൽ മാത്രം യൂസ് ചെയ്യുക. അതിനകത്തെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഹെയറിന് പറ്റിയതാണോ, നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും വരത്തില്ല, അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം നമ്മുടെ ഹെയറിലേക്ക് ഹെയർ ഓയിൽ വാങ്ങി യൂസ് ചെയ്യുക. അല്ലാതെ മറ്റൊരാൾക്ക് റിസൾട്ട് കിട്ടിയ ഹെയർ ഓയിൽ നമ്മൾ വാങ്ങി യൂസ് ചെയ്തു എന്ന് വെച്ച് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ ഓയിലിന് യാതൊരുവിധ കുഴപ്പമില്ലെങ്കിൽ അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. അല്ലാതെ പരസ്യങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കുക. വേറൊരാൾക്ക് മുടി ഉണ്ടായി, മുട്ടോളം എത്തി എന്ന് പറഞ്ഞ് ഞാൻ അത് നാളെ വാങ്ങി യൂസ് ചെയ്താൽ എനിക്ക് അത്രയും മുടി വരണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മൈൻഡ് എന്തായാലും കളയും. മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ ഓയിൽ നിർത്തുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും മുടി കൊഴിച്ചിലുണ്ടാവും. വേറൊരു ഹെയർ ഓയിലിലെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നമുക്കറിയില്ല. അതിപ്പം വേറൊരാളുടെ മുടി കണ്ട് നമ്മൾ ആ ഓയിൽ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് അത് പിടിക്കണമെന്നുമില്ല. അപ്പം തന്നെ ഹെയർ ഫാൾ ഉണ്ടാകാൻ തുടങ്ങും, നമുക്ക് ടെൻഷനാവും, സ്ട്രെസ് വരും, ഇഷ്ടംപോലെ അങ്ങനെ പോകും. പിന്നെ ആ ഒരു ഓയിൽ യൂസ് ചെയ്ത് ഒരു ഇതായിട്ട് വരുന്നത് വരെ, നമ്മുടെ തലയിലൊന്ന് പിടിച്ച് വരുന്നത് വരെ നമ്മുടെ ഹെയർ എന്തായാലും ലോസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് വേണ്ടാത്ത പണിക്കൊന്നും ആരും നിൽക്കാതിരിക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡൈ, ഹെയർ കളർ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് മുടി ഒരുപാട് പൊട്ടിപ്പോവുകയും ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവുകയും കൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ഹെയർ കളറൊക്കെ നമ്മുടെ താഴെയൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് കട്ട് ചെയ്ത് കളയെങ്കിലും ചെയ്യാം. ഹെയർ മുകളിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുടി അതോടെ നാശമായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഹെയർ കളറൊക്കെ അത്യാവശ്യം ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഇത് മുടി വളർത്താൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. ചിലർക്കൊക്കെ ഹെയർ കളർ ചെയ്യാൻ ഇഷ്ടമായിരിക്കും, അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്, അതിലൊന്നും നമ്മൾ കൈയടത്താൻ വരുന്നില്ല. എങ്കിലും മുടി സംരക്ഷിക്കുന്നതിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്തതായിട്ട് നമുക്ക് മുടിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ്. നമ്മൾ നല്ല ഫുഡ്, അതായത് വൈറ്റമിൻസും ഒക്കെ അടങ്ങിയ ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക്
നമുക്ക് ഹെയറിലേക്കുള്ള ഇതൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വെള്ളം, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് ഒഴിയും. അത് ഉറപ്പാണ്, എനിക്ക് അനുഭവമുള്ളതാണ് കേട്ടോ. പിന്നൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉറക്കം. അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് തലവേദന എടുക്കും, ഹെയർ ലോസ് ഉണ്ടാവും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൽക്കഹോൾ, അതുപോലെ തന്നെ സ്മോക്കിങ്, അങ്ങനെയൊക്കെയുള്ള ഹാബിറ്റ്സ് ഉള്ളവർ മുടിയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അവരുടെ മുടി പോയി. ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് മുടി കൊഴിച്ചിൽ ധാരാളം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യാനില്ല. ഇതൊക്കെ നിർത്തുന്നത് തന്നെ വഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഒക്കെ എല്ലാവരും ഒന്ന് കുറയ്ക്കും. അത് ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കറക്റ്റായിട്ട് നമ്മളൊരു റൊട്ടീൻ ഫോളോ ചെയ്യുക. നമ്മുടെ ഹെയറിൻ്റെ കാര്യത്തിലായാലും സ്കിന്നിൻ്റെ കാര്യത്തിലായാലും നമ്മൾ പ്രോപ്പറായിട്ടൊരു റൊട്ടീൻ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട് ഹെയറിനെ കുറിച്ച്. അപ്പോൾ ഇത് ഹെയറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബൈ ബൈ, സീ യു.